വെറും 3 സെക്കൻഡ് കൊണ്ട് ഈ സമയം മാറുന്നത് കാണാം. യെസ്, ഞാനിപ്പോൾ ഇവിടെ UK വന്നിട്ട് ഒരു 2 വർഷം ആവാറായിട്ടോ. അപ്പൊ എനിക്ക് അതിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ദിവസമാണ് ഇന്ന് ഇവിടെ സമയം മാറുകയാണ്. അപ്പോ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇത്രയും നാള് നമ്മുടെ ഒരു മാർച്ച് തൊട്ട് ഈ ഒരു ഒക്ടോബർ വരെ നാടും നമ്മളും തമ്മിൽ UK തമ്മിൽ ഒരു 4.5 മണിക്കൂറിന് ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോ തൊട്ട് അതൊരു 5.5 മണിക്കൂറിന്റെ ഒരു ഡിഫറൻസ് ആവാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു വിഷമമുണ്ട്. കാരണം നമുക്ക് വീട്ടിലേക്ക് വിളിക്കുമ്പോഴും ഒക്കെ ഒരു ടൈം ചേഞ്ച് വരും. അപ്പോ ഇത് നടക്കുന്നത് ഒക്ടോബറിലെ ലാസ്റ്റത്തെ സൺഡേ ആണ് ഇവിടെ ടൈം ചേഞ്ച് ആവുന്നത്. അതുപോലെ മാർച്ചിലെ ലാസ്റ്റ് സൺഡേ ആവുമ്പോഴും ഇതുപോലെ ടൈം ചേഞ്ച് ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സമ്മർ ടൈമിൽ നിന്ന് ഇന്ന് അത് GMT എന്ന് വെച്ചാൽ ഗ്രീനിച്ച് മീൻ ടൈമിലേക്ക് മാറുകയാണ്. പിന്നെ ഇതൊരു വിന്ററിന്റെ ഒരു തുടക്കമായിട്ടുള്ള അതിന്റെ ഒരു മുന്നോടിയായിട്ടും കൂടിയാണ് കാണുന്നത്. ഇനി മുതൽ രാത്രികള് കുറെ അധികം ഉണ്ടാവും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. എനിക്കിപ്പോ അത് ആലോചിച്ചിട്ട് തന്നെ പ്രാന്തായിട്ട് വയ്യ. അപ്പോ ഈ ടൈം ചേഞ്ചിങ്ങിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ പലരുടെയും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനും നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. ഇത് വേൾഡ് ക്ലോക്കാണ്. അതിൽ സമയം കണ്ടോ 1:59. നമ്മുടെ ഇന്ത്യയായിട്ടുള്ള ഡിഫറൻസ് 4 hours 30 minutes ബ്രിട്ടീഷ് സമ്മർ ടൈം എന്ന് കാണാം. അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ആവുന്നത് കാണാം കേട്ടോ. ഇതേ കണ്ടോ, ഗ്രീനിച്ച് മീൻ ടൈമായി 1 മണിയായി. വീണ്ടും ഇന്ത്യയായിട്ടുള്ള ഡിഫറൻസ് 5 hours 30 minutes ആയി. അപ്പോൾ ഇന്ന് എന്തായാലും ഷിഫ്റ്റ് ഉള്ളവർക്ക് സുഖമായി 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും.